MacFast, the trendsetter in education. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് അറബിക്കടലും കാവൽ കിടക്കുന്ന മനോഹര തീരം. ദൃശ്യസുന്ദരങ്ങളായ കായലോരങ്ങളും പച്ചവിരിച്ച വയലേലകളും തല ഉയർത്തി നിൽക്കുന്ന കേർ വൃക്ഷങ്ങളും സമൃദ്ധമായ ഈ ഭൂപ്രദേശം ഇന്ന് സഞ്ചാരികളുടെ പറുദീസയാണ്. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. ഈ കൊച്ചു കേരളത്തെ മനുഷ്യജീവിതത്തിൽ കണ്ടിരിക്കേണ്ട അതിമനോഹര പ്രദേശങ്ങളിലൊന്നായി നാഷണൽ ജിയോഗ്രഫിക് മാഗസിൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകഭൂപടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിശേഷ സ്ഥാനം നമുക്ക് മനസ്സിലാകും. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ ഇപ്രകാരം രേഖപ്പെടുത്തി: സ്വാതന്ത്ര്യത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണ് ശുചിത്വം. വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി വിരാജിക്കുന്ന കേരളീയർ പക്ഷേ പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണെന്ന സത്യം വിസ്മരിച്ചുകൂടാ. നഗര ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന രൂക്ഷ പ്രശ്നമാണ് മാലിന്യം. കോർപ്പറേഷനുകളും ഗ്രാമപഞ്ചായത്തുകളും സങ്കീർണമായ ഈ പ്രശ്നത്തിനു മുമ്പിൽ ഉത്തരം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുന്നു. വഴിയോരങ്ങൾ മാലിന്യ കൂമ്പാരമായി മാറുമ്പോൾ അതിന്റെ തിക്തഫലം അനുഭവിപ്പാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നു. ഭരണാധികാരികളെ കുറ്റം ചുമത്തിയാൽ പ്രശ്നപരിഹാരം ആവില്ലെന്ന് അറിയാമെങ്കിലും അത് തന്നെ നാം ചെയ്യുന്നു. എന്നാൽ ഒന്നോർക്കണം, നഗരങ്ങളിലും നദികളിലും വഴിയോരങ്ങളിലും മാലിന്യം നിറയുമ്പോൾ അതിൽ നമുക്കുമില്ലേ ഒരു പങ്ക്? ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു മോചനം നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇതിനായി മാക്ഫാസ്റ്റ് കോളേജ് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ആൻഡ് ഗ്രീൻ തിരുവല്ല. ശുചിത്വവും ഹരിതാഭവുമായ നാട്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മാക്ഫാസ്റ്റും തിരുവല്ല മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ഈ പദ്ധതി നടപ്പിൽ വരുത്തുകയാണ്. വീടുകളിലെ മാലിന്യം പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി റോഡരികിൽ തള്ളുന്ന നിംബി നോട്ട് ഇൻ മൈ ബാക്ക്യാർഡ് സംസ്കാരത്തിൽ നിന്ന് മാലിന്യം സ്രോതസ്സുകളിൽ തന്നെ സംസ്കരിക്കുന്ന ഇംബി ഇൻ മൈ ബാക്ക്യാർഡ് സംസ്കാരത്തിലേക്കുള്ള ചുവടുവെപ്പാണ് പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. സമ്പൂർണ്ണ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംസ്കാരത്തിലൂടെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ നമുക്കാകും. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ ഒന്നാം പടിയാണ് വേർതിരിച്ചുള്ള ശേഖരണം. ഗുണത്തെ അടിസ്ഥാനമാക്കി മാലിന്യങ്ങളെ നമുക്ക് രണ്ടായി തരം തിരിക്കാം: ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും. പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയവ ജൈവ മാലിന്യങ്ങളാണ്. ഇവ മണ്ണിൽ വീണാൽ പെട്ടെന്ന് ജീർണിക്കുകയും വളമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ സ്രോതസ്സുകളിൽ തന്നെ അപകടം കൂടാതെ സംസ്കരിക്കാനാകും. മാലിന്യം ശേഖരിച്ച് പ്ലാന്റുകളിൽ എത്തിച്ച് സംസ്കരിക്കണമെന്ന അശാസ്ത്രീയമായ പദ്ധതിക്കായി വാശി പിടിക്കാതെ ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെ സംസ്കരിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ നാം തയ്യാറാകണം. ജൈവ മാലിന്യ സംസ്കരണത്തിന് അനുയോജ്യമായ ചില സാങ്കേതിക വിദ്യകൾ നമുക്ക് പരിചയപ്പെടാം. സാധാരണ കമ്പോസ്റ്റിംഗ്. മണ്ണിൽ കുഴിയെടുത്ത് മലിനവസ്തുക്കൾ അതിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് ഇത്. അടിയിൽ ഒരു ലെയർ ചകിരിയോ വൈക്കോലോ നിരത്തിയ ശേഷം ജൈവ മാലിന്യങ്ങൾ കുഴിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിനു ശേഷം അവ കുറച്ച് ചാണകം കൊണ്ടോ മണ്ണുകൊണ്ടോ വൃത്തിയായി മൂടുക. ഇപ്രകാരം ആ കുഴി നിറയുന്നതുവരെ തുടരാവുന്നതാണ്. 90 മുതൽ 120 ദിവസങ്ങൾക്കുള്ളിൽ ഇവ പൂർണ്ണമായും കമ്പോസ്റ്റ് വളമായി മാറുന്നു. ജൈവ സംസ്കരണ ഭരണി. ഒരു ഭരണിക്ക് മുകളിൽ മുകൾ ഭാഗവും അടിഭാഗവും തുറന്നതായ 2 ഭരണികൾ വെച്ച് നിർമ്മിക്കുന്നതാണ് ജൈവ സംസ്കരണ ഭരണി. 2 കിലോഗ്രാം വരെ ജൈവ വസ്തുക്കൾ ദിവസവും ഇതിലൂടെ സംസ്കരിക്കാൻ കഴിയും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വിധം ജൈവഭരണികൾ സ്ഥാപിക്കാവുന്നതാണ്. മുകളിലെ 2 ഭരണികളുടെയും അടിഭാഗത്തുള്ള പ്ലാസ്റ്റിക് ചരടിന്മേൽ
പത്രക്കടലാസ് അല്ലെങ്കിൽ ഇലകൾ, ജൈവാവശിഷ്ടങ്ങൾ താഴെ പോകാത്ത വിധം വിരിച്ച് ജൈവതട്ട് നിർമ്മിക്കാവുന്നതാണ്. നിക്ഷേപിക്കുന്ന ജൈവാവശിഷ്ടങ്ങളിലെ അധിക ജലം താഴെ ഭരണിയിലേക്ക് ഒലിച്ചിറങ്ങുന്ന വിധമായിരിക്കണം തട്ട് നിർമ്മിക്കേണ്ടത്. 1 ഇഞ്ച് കനത്തിൽ ജൈവവളം വിരിച്ച് അതിനു മുകളിൽ സംസ്കരിക്കേണ്ട ജൈവാവശിഷ്ടം കുറഞ്ഞ കനത്തിൽ നിരത്തിയിടുക. ഇതിനുശേഷം ഭരണി മൂടിവെക്കുന്നതിന് മുമ്പ് അവയ്ക്ക് മുകളിൽ ജൈവവളം നിരത്തേണ്ടതാണ്. മുകളിലത്തെ ഭരണി നിറഞ്ഞു കഴിയുമ്പോൾ അതെടുത്ത് രണ്ടാമത്തതിന്റെ സ്ഥാനത്ത് വയ്ക്കുകയും രണ്ടാമത്തെ സ്ഥാനത്തിരിക്കുന്ന കാലിയായ ഭരണി മുകളിൽ വയ്ക്കുകയും ചെയ്യാം. തുടർന്ന് മുകളിലത്തെ ഭരണിയിലും ഇത് തുടരാവുന്നതാണ്. ഈ ഭരണി നിറഞ്ഞു കഴിയുമ്പോൾ മുമ്പ് നിറഞ്ഞ ഭരണിയിലെ കമ്പോസ്റ്റ് ഒരു വടി ഉപയോഗിച്ച് സൂക്ഷ്മമായി പ്ലാസ്റ്റിക് ചരടുകൾക്കിടയിലൂടെ താഴേക്ക് തള്ളിവിടുകയും അത് മുകളിൽ വയ്ക്കുകയും ചെയ്യുക. കോട്ട്മിക് ബയോപെഡസ്റ്റാൽ അഥവാ കൊഡസ്റ്റാൽ. കാര്യമായ ചെലവൊന്നുമില്ല എന്നു മാത്രമല്ല, തികച്ചും അനായാസം ഈ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താനാകും. വീടിനോട് ചേർന്ന് പൂന്തോട്ടത്തിലോ പച്ചക്കറിത്തോട്ടത്തിലോ 2 മീറ്റർ ആഴത്തിൽ ഒരു കുഴിയെടുത്ത ശേഷം 30 സെന്റിമീറ്റർ × 40 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലൂമിനിയം ക്യാൻ അതിൽ വയ്ക്കുക. 10-12 സെന്റിമീറ്റർ വീതിയുള്ള 2 മീറ്റർ ഉയരമുള്ള ഒരു PVC അല്ലെങ്കിൽ ആസ്ബറ്റോസ് പൈപ്പ് അതിനകത്ത് ഇറക്കി വെച്ച ശേഷം മണൽ അല്ലെങ്കിൽ പൊടിമണ്ണിട്ട് മൂടുക. ഏകദേശം 1 മീറ്റർ പൊക്കത്തിൽ പൈപ്പ് മുകളിൽ കാണത്തക്കവണ്ണം ഇത് ഉറപ്പിക്കേണ്ടതാണ്. തുടർന്ന് ഒരു കോണാകൃതിയിൽ ബക്കറ്റിന് മുകളിൽ 10 സെന്റിമീറ്റർ വരെ ചിത്രത്തിൽ കാണുന്നത് പോലെ വരത്തക്ക വിധം മണൽ ഇട്ട ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അതിന്മേൽ വിരിക്കുക. മണൽ ഒലിച്ചു പോകാതിരിക്കാനും ക്ഷുദ്രജീവികൾ ശല്യം ചെയ്യാതിരിക്കാനുമാണ് ഇത് ചെയ്യുന്നത്. ശേഷം കുഴി മൂടുക. കൊഡസ്റ്റാൾ തയ്യാറായി കഴിഞ്ഞു. ഇപ്രകാരം ഒന്നിലധികം കൊഡസ്റ്റാൾ ഘടിപ്പിക്കാവുന്നതാണ്. ജൈവമാലിന്യങ്ങൾ ഇതിൽ നിക്ഷേപിക്കുകയും മുകൾ വശത്ത് ഒരു പൂച്ചട്ടി വെച്ച് അഭംഗി ഇല്ലാതാക്കുകയും ചെയ്യാം. പൈപ്പിന് ചുറ്റും പച്ചക്കറിയോ പൂച്ചെടിയോ വെച്ച് പിടിപ്പിക്കുക. ഇവ നിറഞ്ഞു എന്ന് തോന്നിയാൽ മറ്റു പൈപ്പുകൾ ഇതിനായി ഉപയോഗിക്കുകയും 90-120 ദിവസത്തിനു ശേഷം ഇതിൽ വീണ്ടും നിക്ഷേപിച്ചു തുടങ്ങാവുന്നതുമാണ്. റിംഗ് കമ്പോസ്റ്റ് സിസ്റ്റം. വീടുകളിൽ 4 ചതുരശ്രയടി മാത്രം സ്ഥലത്ത് സ്ഥാപിക്കാവുന്ന, ദീർഘകാലം കേടുകൂടാതെയും തുടർ ചെലവുകളില്ലാതെയും പ്രവർത്തിപ്പിക്കാവുന്നതും ജൈവമാലിന്യങ്ങൾ മുഴുവൻ ആവശ്യാനുസരണം മണ്ണിര കമ്പോസ്റ്റോ ആക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് റിംഗ് കമ്പോസ്റ്റ് സിസ്റ്റം. പ്ലാസ്റ്റിക് ചാക്ക് വിരിച്ച് ആദ്യ ദിവസത്തെ മാലിന്യവസ്തുക്കൾ നിക്ഷേപിക്കുകയും അന്നുമാത്രം 500 ഗ്രാം ചാണകം 500 മില്ലി വെള്ളത്തിൽ കലക്കി സ്ലറി മാലിന്യത്തിനു മീതെ തെളിച്ച് ടാങ്ക് അതിനു മുകളിൽ വെച്ച് മേൽമൂടി അടയ്ക്കുക. വളം ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ താഴെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കേണ്ടതില്ല. തുടർന്ന് ഓരോ 20 ദിവസം കഴിയുമ്പോഴും 500 ഗ്രാം ചാണക സ്ലറി മാലിന്യത്തിനു മീതെ തളിച്ചാൽ മാലിന്യ സംസ്കരണത്തിന് വേഗമേറും. 1 വർഷത്തോളം വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ഇപ്രകാരം സംസ്കരിക്കാവുന്നതാണ്. മൈക്രോ എയറോബിക് കമ്പോസ്റ്റ് സിസ്റ്റം. ഈ യൂണിറ്റ് മഴ നനയാത്തിടത്ത് സ്ഥാപിക്കേണ്ടതാണ്. ഇതിൻ്റെ അടിവശത്ത് പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് ഒരു തട്ട് നിർമ്മിക്കുക. തുടർന്ന് ജൈവമാലിന്യങ്ങൾ അതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യവും മാലിന്യം നിക്ഷേപിച്ചു കഴിയുമ്പോൾ പുല്ല് അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിച്ച് മൂടിയാൽ ദുർഗന്ധം ഒട്ടുമില്ലാതെ ഇത് പ്രവർത്തിപ്പിക്കാം. മണ്ണിര കമ്പോസ്റ്റിംഗ്. 40 മുതൽ 45 ദിവസ കാലയളവിനുള്ളിൽ ജൈവമാലിന്യങ്ങളെ കമ്പോസ്റ്റിംഗ് വളമാക്കി മാറ്റാൻ ഉതകുന്ന ഒരു രീതിയാണ് മണ്ണിര കമ്പോസ്റ്റിംഗ്. മലിനവസ്തുക്കൾ ഇട്ട് അവയിൽ ഇതിനായി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള മണ്ണിരകളെ നിക്ഷേപിച്ച് കമ്പോസ്റ്റ് വളമുണ്ടാക്കുന്ന രീതിയാണ് ഇത്. മലിനവസ്തുക്കളെ കൂനയാക്കി 10 മുതൽ 15 ദിവസം ഇട്ടതിനുശേഷം ഭാഗികമായി ചീഞ്ഞളിഞ്ഞ മലിനവസ്തുക്കളിലേക്ക് മണ്ണിരകളെ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഭരണിയുടെ അടിയിൽ 1 വരി തേങ്ങയുടെ ചകിരി വിരിക്കുക. ഇതിലേക്ക് എല്ലാ ജൈവമാലിന്യങ്ങളും നിക്ഷേപിക്കാവുന്നതാണ്. മണ്ണിരയ്ക്ക് ദോഷകരമാകുന്ന അമ്ലത്വമുള്ളതും
ചൂടുള്ളതുമായ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. 3 മുതൽ 4 ദിവസത്തിനു ശേഷം 200 മുതൽ 250 മണ്ണിരകളെ ഇതിൽ നിക്ഷേപിക്കുക. 40 മുതൽ 45 ദിവസങ്ങൾക്കകം മലിനവസ്തുക്കൾ കമ്പോസ്റ്റായി മാറും. തുടർന്ന് മണ്ണിരയെ മാറ്റുവാനായി കമ്പോസ്റ്റ് വെയിലുള്ള സ്ഥലത്ത് കൂനയായി വെക്കുക. അപ്പോൾ മണ്ണിരകൾ അടിയിലാവുകയും കമ്പോസ്റ്റ് മുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയും ചെയ്യാം. ഓരോ പ്രാവശ്യവും കമ്പോസ്റ്റ് എടുക്കുമ്പോഴും മണ്ണിരകളുടെ എണ്ണം ഇരട്ടി ആവുകയും അത് ബിന്നിൽ ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. ഇപ്രകാരം ലഭിക്കുന്ന കമ്പോസ്റ്റ് ഉണക്കി അരിച്ചെടുത്ത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകും. നിക്ഷേപിക്കുന്ന മാലിന്യത്തിന്റെ പകുതി അളവ് കമ്പോസ്റ്റ് ഉണ്ടാക്കും. മിനി ബയോഗ്യാസ് പ്ലാന്റ്. മത്സ്യം, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും വിസർജ്യം എന്നിവ ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കാവുന്നതാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കേണ്ട അറയിൽ ഒഴിച്ചു കൊടുക്കുക. പ്ലാന്റിൽ എത്തുന്ന മാലിന്യങ്ങളെ സൂക്ഷ്മാണുജീവികൾ വിഘടിപ്പിച്ച് പാചകവാതകവും ജൈവവളവുമായി മാറ്റുന്നു. പ്ലാന്റിൽ തന്നെ ശേഖരിക്കപ്പെടുന്ന പാചകവാതകം അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് ലൈൻ വഴി ഗ്യാസ് സ്റ്റൗവിൽ എത്തിച്ചേരുന്നു. ഇത് പാചകവാതകമായി ഉപയോഗിക്കാം. അജൈവ മാലിന്യങ്ങളായ പ്ലാസ്റ്റിക് കുപ്പികൾ, ചെരുപ്പ്, ബാഗ്, തകരം എന്നിവ പ്രത്യേകം ക്രമീകരിച്ച സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും ശേഖരിക്കുന്നവർക്ക് നൽകുകയും ചെയ്യുക. പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിച്ച് പുനഃചംക്രമണം ചെയ്യുന്നവരെ ഏൽപ്പിക്കാം. മല്ലികപ്പൂക്കൾ സുഗന്ധം പരത്തിയ ഈ നാട് മല്ലികാവനമെന്നാണ് പഴയകാലത്ത് അറിയപ്പെട്ടിരുന്നത്. ശുചിത്വമുള്ള പൂക്കളുടെ നറുമണമൊഴുകുന്ന നാടായി പഴയ നഷ്ടസൗഭാഗ്യം വീണ്ടെടുക്കാൻ ഏക മനസ്സോടെ ഒറ്റ ലക്ഷ്യത്തിനായി യത്നിക്കാം. എന്റെ സുന്ദര കേരളം ഹരിതചാരുതയാകണം, വശ്യമോഹന കേരളം ശുചിത്വ സുന്ദരമാകണം. ശുചിത്വ സുന്ദരമാകണം എന്റെ നാടും. റേഡിയോ മാക്ഫസ് 90.4 ക്ലീൻ ആൻഡ് ഗ്രീൻ സിറ്റി.